നമശിവായ, നമസ്കാരം. അപ്പോൾ ശാപമുക്തി എങ്ങനെ കിട്ടുക? സർവ്വജനങ്ങളും അറിയുന്ന ഒരു ബ്രഹ്മരഹസ്യമാണ്. നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഭഗവാൻ തടുക്കുന്ന ഒരു മനുഷ്യന് കൊടുക്കാൻ സാധിക്കില്ല. ഓൾറെഡി നമ്മൾ ജാതകം റെക്കോർഡാണ്. അത് ആരും മാറ്റാൻ പറ്റില്ല, ഒരു നാല് നക്ഷത്രം മാറ്റാൻ പറ്റില്ല. അപ്പം ജാതകത്തിന് നല്ല സമയം യോഗമുണ്ട്. ശാപത്തിൽ ഏതെങ്കിലും ഒന്ന് നമ്മുടെ ജാതകവശാൽ ഉണ്ടെങ്കിൽ നമ്മുടെ ജാതക യോഗം നമുക്ക് പ്രവൃത്തിയിൽ വരില്ല. അപ്പോൾ ഇതെങ്ങനെ ശാപം മാറ്റാൻ പറ്റും? ക്ഷേത്രവിശേഷം പറയുകയാണെങ്കിൽ ഈ ശാപമുക്തി സ്ഥലം എന്ന് പറയും. ശാപമുക്തി വെച്ചാൽ ഇവിടെ പ്രധാനമായിട്ട് ശാപങ്ങൾ: പിതൃശാപം, സ്ത്രീശാപം, സർവശാപം, ഗുരുശാപം. ശാപം ഈ വെളുത്തവാവും കറുത്തവാവും ഇവിടെ വരുന്ന ദിവസങ്ങളാണ്. വെളുത്തവാവും പൗർണമി, അമാവാസ. അന്ന് ശാപമുക്തിക്ക് വേണ്ടി സർവ ഐശ്വര്യ അഭിവൃദ്ധി ഹോമം, 108 മൂലിക കൊണ്ട് ചെയ്യുന്ന സർവ ഐശ്വര്യ അഭിവൃദ്ധി ഹോമം. ഓരോരു മൂലികയ്ക്കും ശക്തിയുണ്ട്, ഓരോരു മൂലികയിൽ നമ്മൾ ആത്മരീതിയായിട്ട് അഗ്നിയിൽ സമർപ്പിക്കുമ്പോൾ നമ്മുടെ ശാപദോഷ നിവാരണമാകും. ഇവിടെ പല സിദ്ധന്മാർ സൂക്ഷ്മ രൂപത്തിൽ വരാറുണ്ട്. ആ ദൃഷ്ടി നമ്മുടെ മുകളിൽ വീഴുമ്പോൾ തന്നെ നമ്മളെ സർവ്വ പാപദോഷങ്ങളും മാറും. ഒരു മാറ്റം വരുവാണെങ്കിൽ നമ്മൾ മാറാൻ തയ്യാറാകണം. നമ്മൾ മാറാൻ ഒന്നും മാറില്ല. ഒരു നന്മയ്ക്ക് നമുക്ക് കിട്ടുവാണെങ്കിൽ നമ്മൾ മാറണം. അപ്പം നമ്മുടെ കറക്ഷൻസ്, നമ്മൾ പോരായ്മ. അപ്പോൾ രണ്ട് രീതിയിലും ഭഗവാനെ കാണാം. ഭക്തിമാർഗം. എന്താണ് ഭക്തിമാർഗം? നമ്മൾ കണ്ണു തുറന്ന് ഭഗവാനെ കാണുന്നത് ഭക്തിമാർഗം എന്ന് പറയും. അപ്പോൾ ജ്ഞാനമാർഗം എന്താണ്? അതേ മാർഗം ജ്ഞാനമാർഗം പറഞ്ഞ് നമ്മൾ കണ്ണടച്ച് അതേ ഭഗവാനെ കാണുന്നത് ജ്ഞാനമാർഗം. അപ്പോൾ വ്യത്യാസം എന്താണ്? അപ്പോൾ ഭഗവാൻ എവിടെയുണ്ട്? ഭഗവാൻ സർവത്തിലുമുണ്ട്. തൂണിലുമുണ്ട്, തുരുമ്പിലുമുണ്ട്, സർവത്തിലും ഭഗവാൻ നമ്മുടെ അഹമുണ്ട്. അഹം ബ്രഹ്മാസ്മി. അപ്പോൾ നമ്മൾ ഇത്രയും ദൈവം അഹമുണ്ട്. അപ്പോൾ ആകെ എങ്ങനെ നോക്കണം? നമ്മൾ ജ്ഞാനക്കണ്ണുകൊണ്ട് ഭഗവാനെ കാണണം. നമ്മൾ ഒന്നാക്കണം. എന്തൊക്കെയാണ്? നമ്മുടെ ബോഡി, മൈൻഡ്, സോൾ, മനസ്സ്, ബുദ്ധി, ദേഹം ഒന്നാക്കി നമ്മൾ ജീവൻ ഉള്ള ജീവാത്മാ എന്ന് പറയും. ആ ജീവാത്മാ പരമാത്മാ കരടാകണം. ആയിക്കഴിഞ്ഞാൽ നമ്മുടെ അഹം ഭഗവാനുണ്ട്, സർവം അഹം തന്നെയുണ്ട്. ആ ഭഗവാനുള്ള സ്ഥലം ആത്മശുദ്ധി വരണം. ദേഹശുദ്ധി പ്രധാനമായി. ആത്മശുദ്ധി. നമ്മൾ അഹം അഴുക്ക് വെച്ചുകൊണ്ട് പുറമെ വെളുത്തുക ഒരു കാര്യമില്ല. അഹം അഴുക്കിന് നമ്മൾ ശ്രമിക്കണം. നമ്മൾ മാറാതെ ഒരു മാറ്റം മാറില്ല. അപ്പോൾ നമ്മൾ മാറാൻ തയ്യാറാകണം. ഭഗവാനെ, ഞാൻ ഈ ശാപമുക്തിയിൽ നിന്ന് പുറത്ത് ഞാൻ തയ്യാറാണ്. എൻ്റെ സർവ പാപദോഷങ്ങളും നീ മാറ്റിത്തരണം. നമ്മൾ സറണ്ടഡ് ആകണം, ശരണാഗതിയാകണം. എന്തൊക്കെയാണ് ഇവിടെ? നമ്മുടെ മനസ്സ്, ബുദ്ധി, ദേഹം. ഇവിടെ ഗുരു കോടി നന്മയെന്നാണ്. സിദ്ധന്മാർക്ക് നമുക്ക് ശപിക്കാനും പറ്റും, നമ്മൾ ഉയർത്താനും പറ്റും. സർവത്തിന് അധിപതികളാണ് സിദ്ധന്മാർ. ചൊവ്വാദോഷ നിവാരണം. ചൊവ്വാഗ്രഹത്തിൻ്റെ അധിപതി ബോഹരാണ്. ചൊവ്വാദോഷങ്ങൾ, ഭൂമി സംബന്ധ ദോഷങ്ങൾ. സ്വാമി, എനിക്ക് വീട്ടിൽ പ്രശ്നങ്ങൾ, ഭൂമി സംബന്ധ ദോഷങ്ങൾ, എനിക്ക് കോടതി കേസുകളിൽ സ്വാമി അത് മാറുന്നില്ല, വീട്ടിലൊന്നും സന്തോഷമില്ല. ഗ്രഹനാഥൻ ചൊവ്വയാണ് പറയാൻ നമുക്ക്. സർവത്തിലും ചൊവ്വ കൊണ്ട് ശത്രുദോഷങ്ങൾ. പിന്നെ എനിക്ക് ശത്രുദോഷം വിട്ടുപോകുന്നില്ല. ജീവൻ ദോഷങ്ങൾ. എന്താ ജീവന? നാം ചെയ്ത ദോഷങ്ങളാണ് നമ്മൾ അനുഭവിക്കുന്നത്. നമ്മൾ ആർക്കും ഒരു ദ്രോഹം ചെയ്തിട്ടില്ല. ഭഗവാൻ എനിക്ക് ശത്രു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ നമ്മൾ ചെയ്തതാണ്. നമ്മൾ ഏതൊക്കെ നമ്മൾ ചെയ്തോ ജനനം കൊണ്ട് നമ്മൾ തിരികെ വന്ന് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രപഞ്ചം നമ്മൾ എന്ത് കൊടുക്കുന്നോ നന്മയും നമുക്ക് കിട്ടും, അത് തീമയും നമ്മളിന്ന് അനുഭവിക്കണം. അപ്പോൾ ഈ ശാപം എന്ന് പറഞ്ഞാൽ നമ്മൾ അറിഞ്ഞോ അറിയാതോ ചെയ്ത മുൻജന്മ ശാപദോഷങ്ങളാണ് ഈ ജനനം കൊണ്ട് അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് പുറത്ത് വരാൻ പറ്റാം? ഇത് നമ്മൾ സ്വാമി, ഞാൻ എൻ്റെ ആത്മാവ് ഈ പൂർവ്വജൻ ചെയ്ത ശാപദോഷങ്ങളാണ്. ഈ ജനനം കൊണ്ട് ആർക്കും ദ്രോഹം ചെയ്തിട്ടില്ല. എനിക്ക് മാറ്റം വേണം. ഞാൻ ആരും വഞ്ചിച്ചിട്ടില്ല, ദ്രോഹിച്ചിട്ടില്ല, നേരെ പോയിട്ടുണ്ട്. എനിക്ക് മാറ്റമാകുന്ന സമയം, എനിക്ക് ജനനം മുതൽ മരണം വരെ എത്ര ശ്രമിച്ചാൽ എനിക്ക് മാറ്റമാകുന്നില്ല, എനിക്ക് കഷ്ടം നിവാരണമാകുന്നില്ല. വീട്ടിൽ 5 പേരുണ്ടെങ്കിലും 5 പേർ ജാതകം ഒരേപോലെ ഇല്ല. ഒരാളുടെ സമയദോഷമാണെങ്കിൽ ബാക്കിയുള്ളവർക്ക് നന്നായിട്ടുണ്ടാവും. 5 പേർക്കും ഇത്ര സമയം നല്ലതുണ്ടെങ്കിലും ഒന്നും ഏൽക്കുന്നില്ല. 5 പേർ ഒരേ കഷ്ടം തന്നെയാണ്. ഈ കഷ്ടം ഇന്ന് മാറും, നാളെ മാറും. കാലം മാറിയാൽ ശരിയാവും. കാലങ്ങൾ മാറിക്കൊണ്ടൊക്കെ എനിക്ക് മാറ്റമാകുന്നില്ല. മാറാത്താണ് സത്യം. അപ്പോൾ കർമ്മ അത്ര ശക്തിയോട് കൂടുതലുള്ളതുണ്ട്.
കർമ്മമുക്തി എന്ന് പറയുന്നത് നമ്മൾ മാറാൻ തയ്യാറായാൽ സർവ്വം സിദ്ധൻ മാറ്റിത്തരും. നമസ്കാരം.